ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജുവിൽ നിന്ന് ഇപ്പോൾ മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോയിലേക്ക് എത്തുകയാണ്. ഇതിൽ എത്തുമ്പോൾ നായകനാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന കാര്യം. ഇതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒരാളാണ്, ജോബി. പുള്ളി ഇപ്പോൾ UK യിൽ നിന്നിട്ട് ഈ പയ്യനെ എൻ്റെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ബംഗാളിയുടെ ഒരു കഥയാണ്. ഒന്നും പറഞ്ഞില്ല, ബംഗാളിയുടെ ഒരു കഥയാണ്, ചേട്ടൻ ഒരു ബംഗാളിയായിട്ടാണ് ഈ സിനിമ. ആദ്യം ഞാൻ അങ്ങനെ ഒരു കഥ ഒരു സിനിമയ്ക്ക് വിളിക്കുന്നതാണ്. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചേട്ടനാണിത് ബംഗാളിയായിട്ട് അഭിനയിക്കുന്നത് എന്നാ പറഞ്ഞു. അപ്പോൾ അത് വളരെ ഒരു സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ്. അവർക്ക് സമ്മതിച്ചു. അവർ പറഞ്ഞ പേയ്മെൻറ്റിന് തന്നെയാണ് അഭിനയിച്ചത്. അവർ തരാമെന്ന് പറഞ്ഞ പേയ്മെൻറ്റ് അല്ല, നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ പോയൊന്നുമില്ല. നമുക്ക് അതിനെക്കാട്ടി വലുതാണല്ലോ ഒരു ടൈറ്റിൽ റോൾ കിട്ടുക എന്നുള്ളത്. അങ്ങനെ ഇതിലേക്ക് വരുന്നു. തൊടുപുഴയായിരുന്നു. 30 ദിവസത്തോളം ഷൂട്ട് ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ കൂടാതെ കൊല്ലം തുളസി സാറുണ്ട്, സജീവ് വെഞ്ഞാറമൂട്, സുരാജിൻ്റെ ചേട്ടൻ വിഷ്ണു പ്രസാദ്, പിന്നെ നമ്മളെ ഈ TV മിമിക്രി രംഗത്തുള്ള മാർട്ടിൻ മാലിക്കര, ഷാജി, ഒരുപാട് പേര് ഈ സിനിമയിൽ ഉണ്ട്. ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പത്മനാഭയിൽ പണ്ട് ബ്ലാക്ക് വിറ്റ് നടന്ന സ്ഥലത്ത് ആക്ഷൻ ഹീറോ ബിജു ബാൽക്കണിയിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ, അത് രണ്ടും തമ്മിലൊരു കോൺട്രാസ്റ്റ് ഉണ്ട്, ഒരു വ്യത്യാസമുണ്ട്. ഭയങ്കര രസമുള്ളതാണ്. ആ ഇരിക്കുന്ന സമയത്ത് ആ പഴയ കാലം ബ്ലാക്ക് വിറ്റതൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നു അന്ന് തിയേറ്ററിൽ? തീർച്ചയായിട്ടും. പിന്നെ ഓർക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇങ്ങനെ ഇരുന്ന്, മാത്രമല്ല ഞാൻ ആദ്യമായിട്ട് ആ ബാൽക്കണിയിൽ നിന്ന് അവിടെ നിന്ന് സിനിമ കാണുന്നു. അപ്പോൾ ഒക്കെ ഒരുപാട് എന്താ പറയുക, പഴയ കുറേ ഓർമ്മകൾ ആ തിയേറ്ററിൽ സിനിമ കാണാൻ പോയിട്ടുള്ളത്. അങ്ങാടി, അലാവുദ്ദീനും അത്ഭുത വിളക്കും, മീൻ, അഹിംസ, ഇങ്ങനെ കുറേ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള തിയേറ്റർ. ഒത്തിരി സിനിമകൾ കണ്ടിട്ടുള്ളൊരു തിയേറ്റർ. ആ തിയേറ്ററിൽ പോയിട്ട് ശ്രദ്ധ ലാലേട്ടൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഷോ കാണണം നമ്മൾ. അത് അപ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ വന്നിട്ടുള്ള കുറേ എന്താ പറയുക, നിറഞ്ഞൊഴുകയായിരുന്നു. സിനിമയാണോ അല്ലെ ആ ഓർമ്മകളാണോ അപ്പോഴെൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വെച്ചാൽ എന്താണെന്ന് എനിക്കറിയില്ല. കൂടെ കണ്ടുകൊണ്ടിരുന്നവരൊക്കെ സിനിമ കണ്ടിറങ്ങിയപ്പോൾ കൈ തന്നു, കൂട്ടുകാരൊക്കെ. ഒക്കെ ഞങ്ങൾ പലരും നമ്മൾ പണ്ട് ഇങ്ങനെ ഇവിടെ അടിച്ചു പൊളിച്ച തിയേറ്ററൊക്കെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഒരു എന്താ പറയുക, ജീവിതത്തിലെ ഒരു അവിസ്മരണീയമായ നിമിഷങ്ങളാണ് അതൊക്കെ. ഈ ബ്ലാക്ക് ടിക്കറ്റ് വിറ്റത് ശരിക്കും സിനിമ കാണാൻ വേണ്ടിയിട്ടായിരുന്നോ അതെ മറ്റ് ഭക്ഷണ ആവശ്യത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ ടിക്കറ്റ് വിറ്റത്? സിനിമ കാണാനും പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക, അക്കാലത്ത് ഈ ബ്ലാക്ക് അടിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഹോബിയാണ്, ഒരു ഏരിയ. ഇപ്പോഴത്തെ ഈ തമിഴ് സിനിമയിലൊക്കെ പറയുമ്പോൾ ഒരു ഏരിയ പിടിച്ചെടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തെ സംഭവം. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് ആ പ്രായം, കാലത്തെ പ്രായവും അപ്പോഴത്തെ ചോരത്തിളപ്പും കണ്ട് ചെയ്തതാണ്. അല്ല, ഏത് വയസ്സിലായിരുന്നോ? 25 വയസ്സിനൊക്കെ മുന്നേ ഉള്ള കാര്യങ്ങളാണ് അതൊക്കെ. അല്ല, ചേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ TC ഒക്കെ തന്നു വിടുന്നത് സിനിമ 15 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ക്ലാസ്സിൽ ചെല്ലാതെ സിനിമയ്ക്ക് പോയതുകൊണ്ടാണ് TC കിട്ടിയതെന്ന് പറഞ്ഞു. സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും സിനിമയ്ക്ക് പോയതാണോ? സിനിമയ്ക്ക് തന്നെ പോയതാണ്. ദിവസവും സിനിമയ്ക്ക് പോകുന്നത്. അത് കുറച്ച് മുടയായി പോയി എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ തോന്നുന്നുണ്ട് അത്രയും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ജീവിത സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞത് പരിമിതമായിരുന്നു. ഒരുപക്ഷെ കൂട്ടുകാരൊക്കെ ചെങ്കൽ ചൂളയിലെ കൂട്ടുകാരും ആ ഒരു കാലഘട്ടമുണ്ട്. ആ കാലത്ത് പല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ വെള്ളമടിക്കാനാണ് സംഗീത കോളേജിനകത്ത് കയറിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മ്യൂസിക് ഭയങ്കരമായിട്ട് ഉള്ളിലുള്ള ഒരാളായിട്ടാണ് ആക്ഷൻ ഹീറോയിൽ ഞങ്ങൾ കാണുന്നത്. എന്ന് വെച്ചാൽ കൈകൊട്ടി പാടുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് ടേക്ക് പോയ ഒരു സംഭവമാണ്. 200-300 ടേക്കുകൾ പോകുമ്പോഴും അത് ലൈവ് ആയിരുന്നു, സ്പോട്ട് റെക്കോർഡിംഗ് ആയിരുന്നല്ലോ. അപ്പം ആ മ്യൂസിക് സെൻസ് എവിടെ മുതലാണ് കിട്ടിത്തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടോ ശരിക്കും? ഈ സിനിമ കണ്ട് സിനിമയിലെ പാട്ടുകൾ കേട്ട് തന്നെയാണ്. പിന്നെ അമ്മ ഇടയ്ക്ക് പാടും, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുഞ്ഞും അമ്മ തോളിലിട്ടിട്ട് പാടും. അമ്മക്ക് വലിയ പാട്ടുകാരിയൊന്നുമല്ല, എങ്കിലും അമ്മ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഓർമ്മയില്ലാത്ത പ്രായത്തിൽ അമ്മ പാടുന്ന ആ ഓർമ്മ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഇരുന്ന് പാടും. പാട്ട് എഴുതുന്നതിനും സ്വന്തം പാട്ടുകൾ പാടുന്നതിന് മുമ്പേ സിനിമ പാട്ടുകൾ പാടും. അപ്പം ഞാൻ പാടുമ്പോൾ അത് എൻ്റെതായ ഒരു ശൈലിയിലായിപ്പോവും. സംഗതിയൊന്നും കാണില്ല, സംഭവം ഇല്ലാതായിപ്പോവും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ പാട്ട് തന്നെ ഞാൻ ആ പാട്ടിനെ ശരിക്കും കൊല്ലുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കൂട്ടുകാരൊക്കെ ഇടയ്ക്കിനാണ് ആ പാടുന്നത് എന്നൊക്കെ പറഞ്ഞ്. മധുചന്ദ്രികയുടെ ചായത്തളികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ചു മനസ്സനീ
നിന്മായ രൂപം മനസ്സിൽ ഞാൻ വരച്ചു. ഇതെന്റെ മനസ്സിലായി. പക്ഷെ ഈ മുത്തേ പൊന്നയിലേക്ക് എത്തുന്നത് എനിക്ക് തോന്നുന്നു ഒരു സുഹൃത്താണ് റെക്കോർഡ് ചെയ്തിട്ട്, ലാപ്ടോപ്പിൽ റെക്കോർഡ് ചെയ്തിട്ട് അതുകൊണ്ട് എബ്രിഷനെ കാണിക്കുകയും ബോബി സാർ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ എങ്കിലും അത് സിനിമയ്ക്കുള്ളിലേക്ക് വരുമെന്നുള്ളത് അവിടെ നിന്നാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. എബ്രിഷൻ പറയുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോ അതൊരു ഫീൽ എന്തായിരുന്നു? ഭയങ്കര ത്രില്ലായിരുന്നു. കാര്യം നമ്മൾ എങ്ങനെയെങ്കിലും സിനിമയിൽ കടന്നുകൂടാൻ വേണ്ടി നടക്കുകയാണ്, അഭിനയിക്കാനല്ല. ഡയറക്ടർ സൈഡ്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടോ അസോസിയേറ്റായിട്ടോ അങ്ങനെയൊക്കെ കടന്നുകൂടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹിക്കില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സിനിമ എന്ന് പറഞ്ഞ കുട്ടിപ്രായം തൊട്ടേ നമ്മുടെ മനസ്സിൽ ഉള്ളത്. പക്ഷേ സിനിമ നമ്മളെ വേറൊരു വഴി കൂടെ സിനിമയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. അതെ, അഭിനേതാവായിട്ടും പാട്ടുകാരനായിട്ടൊക്കെ. അത് സംഭവിച്ചു പോയത്, എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല, സംഭവിച്ചു പോയതാണ്. ആക്ഷൻ ഹീറോ ബിജുവിലൊക്കെ ചേട്ടനെ കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് ഡയറക്ടറുടെ കഴിവാണ്. അത് ചോദിച്ചാൽ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സുരേഷ് നല്ല ടൈമിങ്ങിൽ ചെയ്തു എന്നൊക്കെ. പക്ഷേ നമ്മൾ അദ്ദേഹം പറഞ്ഞു തന്നത് പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നീട് 10-15-20 ദിവസം ലൊക്കേഷനിൽ ഉണ്ടായതിനു ശേഷം നമ്മളെ ക്യാമറയ്ക്ക് മുന്നിൽ വിളിക്കുന്നത്. അപ്പോൾ അത്രയും ആർട്ടിസ്റ്റുകൾ, ജോജോ സാർ, നിവിൻ സാർ, പ്രജോത് കലവൻ, സോഹൻ സിനിലാൽ സാർ, ഡോക്ടർ റോണി, അങ്ങനെ ഇവരൊക്കെ കുറേ ചെയ്തുകൊണ്ടിരിക്കണൊക്കെ നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു സോഹൻ സിനിലാൽ സാർ ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടം അതാണെന്നാണ് തോന്നുന്നത്. പുള്ളിയുടെ പടം അതിന് മുമ്പേ നമ്മൾ ഡബിൾസൊക്കെ പോലത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളത് ആണ് തോന്നുന്നത്. അപ്പോൾ ഇവരൊക്കെ ഈ ചെയ്യുന്നത് കണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലായി നമ്മൾ ചെയ്തു. ഈ ഒരു ഘട്ടത്തിൽ ശരിക്കും അമ്മയൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നില്ല ജീവിത രീതി എന്ന് പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അമ്മയൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് അമ്മയൊക്കെ ചേർത്ത് നിർത്തുന്ന ഇല്ലെങ്കിൽ അംഗീകരിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ജീവിതം കുറേ മാറി. ഇല്ലെങ്കിൽ അതായിരുന്നോ, ആ ജീവിതമായിരുന്നോ കൂടുതൽ നല്ലത്? ഏത് ജീവിതമാണ് ശരിക്കും അത് പറയാൻ പറ്റില്ല, എങ്കിലും കുറച്ചുകൂടെ അമ്മയൊക്കെ അംഗീകരിച്ചു തുടങ്ങിയപ്പോൾ കുറച്ചുകൂടെ ഒരു സന്തോഷം കൂടിയില്ലേ ലൈഫിൽ? അതെ, ഇപ്പോഴത്തെ ജീവിതമാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു ജീവിതം. മുൻപ് കഴിഞ്ഞിരുന്നത് ഇങ്ങനെയൊന്നല്ലോ. അതിനെക്കുറിച്ചുള്ള ചരിത്രമൊക്കെ അരിസ്റ്റോ ജംഗ്ഷനിലുള്ളവർക്ക് ചോദിച്ചാൽ ഞാൻ ഇപ്പം എന്നെ പറ്റി പറയുന്നത് ശരിയല്ല അല്ലേ? അത് നമ്മുടെ നാട്ടുകാരും കൂട്ടുകാരും ഒരു പക്ഷേ നമ്മുടെ സൈഡിൽ നിന്ന് പറയും. അങ്ങനെയുള്ള നാട്ടുകാർ എന്താണ് പറയണമെന്നുള്ളത് അവർക്കെല്ലാം അറിയാം. ഇപ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ പോയി ചെറിയ തറവേല അവിടെ കാണിച്ചോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. അരിസ്റ്റോ ജംഗ്ഷനിൽ കുറ്റബോധമുണ്ട് എനിക്ക്. അതായത് സിനിമാക്കാരനാകുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഡിഗ്നിറ്റി സൂക്ഷിക്കണം. അതെ, കാര്യം നമ്മളെ സിനിമയിൽ കൊണ്ടുവന്നവരെ നമ്മൾ കാരണം മോശമാവാൻ പാടില്ലല്ലോ. അത് വളരെ സൂക്ഷിച്ചൊക്കെ ഇപ്പോൾ ഞാൻ പെരുമാറണം. പക്ഷെ എങ്കിലും കീർത്തി ഹോട്ടലും അരിസ്റ്റോ ജംഗ്ഷനും ഒക്കെ സുരേഷിന്റെ ജീവിതം എന്ന് പറയുന്ന സംഭവത്തിൽ സുരേഷ് ഏട്ടനെ ശരിക്കും ഇത്തരത്തിലൊരു ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജുവിൽ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യാൻ ആക്ച്വലി ആ ഒരു ലൈഫ് ഇല്ലെങ്കിൽ ആ കാലമൊക്കെ കുറച്ച് ഗുണപ്പെട്ടിട്ടില്ലേ? തീർച്ചയായിട്ടും ഗുണപ്പെട്ടിരുന്നു. കാര്യം ആക്ഷൻ ഹീറോ ബിജുവിൽ എനിക്ക് പറഞ്ഞു തരാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ഒക്കെ ഒരുപാട് പേര് ഉണ്ടായിരുന്നു. പക്ഷേ മിസ്റ്റർ ബംഗാളിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് ദൂരം വന്നു. പിന്നെ ഞാൻ ചെയ്യണം. അതെ, സ്വന്തമായിട്ട് ചെയ്യണം. ഡയറക്ടർ ആവശ്യപ്പെടുന്നത് ഞാൻ ചെയ്യണം. അപ്പോൾ അത്രയും ദൂരത്തെ ആ യാത്ര, ആ കാലം, അത് വളരെ വെല്ലുവിളി നിറഞ്ഞത് തന്നെയായിരുന്നു. മിസ്റ്റർ ബംഗാളിൽ എത്തിയപ്പോൾ ഡയറക്ടർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കാൻ എനിക്ക് സാധിച്ചു. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ആക്ടർ എന്ന് പറയുന്നത് ഒരു കുരങ്ങനെ പോലെയാണ്. അതായത് ഈ കുരങ്ങാട്ടിയുടെ കയ്യിൽ അങ്ങോട്ട് ചാട് രാമ ഇങ്ങോട്ട് ചാട് രാമ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചാടാനും ഇങ്ങോട്ട് ചാടാനും കുറച്ചുകൂടെ ഉച്ചത്തിൽ കരയൂ, കുറച്ച് അല്പം ചിരിക്കൂ, കുറച്ച് ചിരിക്കൂ എന്നൊക്കെ ഡയറക്ടർ പറയുന്നതിനൊപ്പം നമ്മൾ ചെയ്യാൻ ബംഗാളിയിലേക്ക് എത്തിയപ്പോൾ കുറേയൊക്കെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ജോബി നല്ലൊരു ഡയറക്ടറാണ്. കാര്യം പുള്ളി ഒരുപാട് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ആക്ഷൻ കറോബിയിൽ സയൻസ് സാറായിരുന്നാലും നമുക്ക് പറഞ്ഞു തന്നതൊക്കെ നമ്മൾ അതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഡയറക്ടർ ജോബി ആവശ്യപ്പെട്ടതും പിന്നെ എനിക്ക് എൻ്റെതായിട്ട് ചെയ്യാൻ കഴിയുന്നതും ഒക്കെ അത് ചെയ്തിട്ടുണ്ട്.